ഇന്ത്യയിൽ നിന്നും ഒമാനിലെ ദുഃഖം തുറമുഖത്തേക്ക് പോയ MT മാരിവേസ് എന്ന കപ്പൽ ആക്രമിക്കപ്പെട്ടത് ഇപ്പോൾ സംഘികളും കൃസംഘികളും പുതിയ ന്യായീകരണ ശാസ്ത്രവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്ത്യൻ ഫ്ലാഗ് വച്ച കപ്പലല്ല അമേരിക്ക ആക്രമിച്ചത് എന്നാണ് അവരുടെ ന്യായീകരണം. ആദ്യം തന്നെ സംഘികളും കൃസംഘികളും മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ കൊണ്ടുവരാൻ വേണ്ടി പോയിട്ടുള്ള എണ്ണക്കപ്പലാണ് ഇപ്പോൾ ആക്രമിക്കപ്പെട്ടത്. ബഹ്റൈനിലെ മനാമയിലുള്ള അമേരിക്കൻ നാവികസേനയുടെ 5th ഫ്ലീറ്റ് കമാൻഡ് സെൻറ്ററിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ കൊണ്ടുവരാൻ പോയ കപ്പൽ ആക്രമിക്കപ്പെട്ടത്. പേർഷ്യൻ ഗൾഫ്, ഗൾഫ് ഓഫ് ഒമാൻ, അറേബ്യൻ സീ, റെഡ് സീ, ബാബലേമന്ത്, സൂയിസ് കനാൽ, സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് ഇത്തരം ഏരിയകളിൽ നിരീക്ഷണം നടത്തുന്ന അമേരിക്കയുടെ കമാൻഡ് സെൻറ്ററാണ് 5th ഫ്ലീറ്റ്. 5th ഫ്ലീറ്റിൻ്റെ കൃത്യമായ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ കൊണ്ടുവരാൻ വേണ്ടി പോയ കപ്പൽ ആക്രമിക്കപ്പെട്ടത്. ആദ്യം തന്നെ സംഘികളും കൃസംഘികളും മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ഇന്ധന ആവശ്യകത അത് പരിഹരിക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യകതയാണ്. അത് എവിടെ നിന്ന് വില കുറച്ച് കിട്ടുമോ അവിടെ നിന്ന് ഇന്ത്യ പർച്ചേസ് ചെയ്യും. അതിനു വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ ശ്രമമാണ് ഇന്നലെ അമേരിക്കയുടെ മിസൈൽ ആക്രമണത്തോടെ തടയപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇറാൻ്റെ ഖാർഗ് ഐലൻഡ് അമേരിക്കയുടെ ഭാഷ്യം ഒമാനിൽ നിന്നും ഇറാനിൻ്റെ പോകുന്ന ഭാഗത്ത് വച്ചിട്ടാണ് ഈ ഷിപ്പിനെ ആക്രമിച്ചിട്ടുള്ളത് എന്നാണ്. ആയിരിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സംഘികളും കൃസംഘികളും മനസ്സിലാക്കേണ്ടത് 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയ സ്വതന്ത്ര പരമാധികാര രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എവിടെ നിന്ന് കുറഞ്ഞ വിലയിൽ ക്രൂഡ് ഓയിൽ ലഭിക്കുമോ അവിടെ നിന്ന് ഇന്ത്യ എടുക്കും. അത് ചിലപ്പോൾ പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടായിരിക്കില്ല. നമുക്കറിയാം, ഇറാൻ്റെ ഖാർഗ് ഐലൻഡിൽ ക്രൂഡ് ഓയിൽ വെറുതെ പമ്പ് ചെയ്ത് കടലിലേക്ക് കളയുകയാണ്. ഈ അവസ്ഥയിൽ വളരെ വില കുറച്ച് നമുക്ക് ക്രൂഡ് ഓയിൽ ലഭിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യൻ ഫ്ലാഗ് വയ്ക്കാത്ത കപ്പൽ അങ്ങോട്ട് അയച്ചത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ഒരു 20 ദിവസം മുൻപാണ് സിംഗപ്പൂർ കടലിൽ വെച്ചിട്ട് റഷ്യയിലെ ബാൾട്ടിക് തീരത്തുള്ള പോർട്ടോവായ എന്ന് പറയുന്ന റഷ്യൻ LNG പ്ലാന്റിൽ നിന്നും കുംപെങ് എന്ന 1,78,200 ക്യൂബിക് മീറ്റർ വിസ്താരമുള്ള വലിയ പടുകൂറ്റൻ LNG കപ്പൽ ഇന്ത്യയിലേക്ക് LNGയുമായി വന്ന കപ്പൽ സിംഗപ്പൂർ തീരത്ത് വെച്ച് അമേരിക്കയുടെ സാങ്ഷൻസ്, അമേരിക്ക ഇന്ത്യൻ ബാങ്കുകളെ ബാൻ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയത് മൂലം ഇന്ത്യക്ക് വാങ്ങാൻ സാധിച്ചില്ല. മറ്റുള്ള ക്രൂഡ് ഓയിൽ